സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയതോടെ കാര്യങ്ങൾ കയ്യിൽ നിൽക്കാത്ത സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ വലിയ പ്രതീക്ഷയായിരുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുമ്പോൾ സർക്കാർ അക്ഷരാർത്ഥത്തിൽ നെടുവീർപ്പെടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ മറുപടി പറഞ്ഞ ഒരു വഴിയായി എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ കണക്കുകൾ നിരത്തിയും വിശകലനം നടത്തിയും അടുത്ത സർക്കാർ വരുമാനം കൂട്ടാൻ പുതിയ വഴികൾ തേടുകയാണ്. സ്വന്തമായി കൂടുതൽ വരുമാനം കണ്ടെത്താൻ സർക്കാർ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പദ്ധതി ചെലവ് കുറച്ചുകൊണ്ട് നികുതി പിരിവ് ഊർജിതമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരം. സേവന നിരക്കും കൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി മേഖലകളിൽ കുടിശ്ശിക കുമിഞ്ഞ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തരമായ ഒന്നാണ്. കേന്ദ്രത്തെ പഴിചാരിയിരുന്നിട്ട് കാര്യമില്ല എന്ന ബോധ്യം സർക്കാരിനുണ്ട് എന്നത് വ്യക്തമായിരിക്കുകയാണ്. 20,000 കോടിയിലെങ്കിലും അധികം കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക പാക്കേജ് വായ്പാ പരിധിയിൽ ഇളവോ കിട്ടുകയാണെങ്കിൽ അതുവഴി പകുതി തുകയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. 15,000 കോടിയാണ് വായ്പാ പരിധിയിൽ ശേഷിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് വരികയാണ് എങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ് നിരക്ക് കൂട്ടാനാണ് സെക്രട്ടറി തല സമിതിയുടെ ശുപാർശ. ഇതുവഴി പരമാവധി കിട്ടുന്നത് 300 കോടിയിൽ താഴെയാണ്. പക്ഷേ ഇത് വലിയ ജനരോഷത്തിന് കാരണമാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ജനത്തെ പിഴിഞ്ഞ് വരുമാനം കൂട്ടുക എന്നത് ശരിയായ വശമല്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വിലക്കയറ്റത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും ജനം നെടുവീർപ്പെടുമ്പോഴാണ് ഈ ഒരു നീക്കം കൂടി. ശരിക്കും പറഞ്ഞാൽ ഓണക്കാല ചിലവിനും അതേപോലെ പ്രതിമാസ ധനക്കമ്മി മറികടക്കാനും അടിയന്തര കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്നതാണ് സ്ഥിതി. മൂന്നാം മോദി സർക്കാർ കേരളത്തെ അവഗണിക്കില്ല എന്നൊരു വിശ്വാസവും സർക്കാരിനുണ്ട്. എങ്ങനെയും സർക്കാരിന് വരുമാനം കൂട്ടിയേ മതിയാകൂ എന്ന നീക്കത്തിലാണ് ഇപ്പോൾ. സർക്കാരിന് മുന്നിലുള്ള ചില പോംവഴികൾ എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ കർശന നടപടികളിലൂടെ നികുതി വരുമാനം കൂട്ടുക, അതേപോലെ കിഫ്ബി തിരിച്ചടവിന് സാവകാശം തേടുക, ക്ഷേമ പെൻഷൻ 3 മാസത്തിൽ ഒരിക്കലും, അതേപോലെ ജീവനക്കാരുടെ കുടിശ്ശിക സമയബന്ധിതമാക്കും എന്നിവയൊക്കെയാണ് എടുത്തു പറയേണ്ടത്. കണക്കുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ മൊത്തം കുടിശ്ശിക 22,667 കോടിയാണ്. എന്തായാലും പുതിയ നീക്കത്തിൽ ജനം ഇടയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ പരിഷ്കരണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളുടെ അതൃപ്തി പരിഹരിക്കണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ അടുത്ത് തന്നെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒരിക്കലും ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നല്ല എന്നത് ഉറപ്പാണ്. MV ഗോവിന്ദൻ പറഞ്ഞ മറ്റു ചില പ്രധാന കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ മാത്രമേ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവൂ എന്നായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത്. സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ് അത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. പെൻഷൻ കൊടുക്കാനുള്ള മുഴുവൻ വിഭാഗങ്ങൾക്കും കുടിശ്ശികയുൾപ്പെടെ കൊടുക്കണം. അതേപോലെ സഖാക്കൾ തിരുത്തേണ്ടിടത്ത് തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. സർക്കാർ മുൻഗണനാക്രമം തീരുമാനിച്ച് പാവങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് ഉറപ്പാക്കണം എന്നും അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം മുതലാളിത്ത സമൂഹത്തിന്റെ ജീർണത നമ്മളിലേക്ക് അരിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്ന് ഗോവിന്ദൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെല്ലാം ശുദ്ധീകരിക്കണമെന്നും കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുമാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനായി അല്ലെങ്കിൽ വരുമാനം കൂട്ടാനായി ജനത്തെ പിഴിയാനുള്ള ഒരു തീരുമാനം ഒരിക്കലും ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കില്ല എന്നുറപ്പാണ്. പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരും എന്നതാണ് വ്യക്തമാകുന്നത്.